പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പം നിൽക്കുന്നത് പൊൻകുന്നം പാല റൂട്ടിലാണ് കേട്ടോ. ഞാൻ തൊടുപുഴ റൂട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് അതായത് നമ്മുടെ വഴിവിളക്കിൻ്റെ അവസ്ഥ നിങ്ങളത് കാണിച്ചു തരാം. ഇതുപോലെ 100 കണക്കിന് സോളാർ ലൈറ്റുകളാണ് നമുക്കറിയാം. അതായത് മരണപ്പെട്ടു പോയ KM മാണി സാറ് ഈ പാല റൂട്ടിലും അതുപോലെ പൊൻകുന്നം തൊടുപുഴ റൂട്ടിലും ജനങ്ങൾക്ക് വെളിച്ചമെത്തിക്കാം, റോഡിൻ്റെ ഇരു സൈഡിലും വെളിച്ചം. പക്ഷെ ഖേദമെന്ന് പറയേണ്ട സാമൂഹിക വിരുദ്ധരും മോഷ്ടാക്കളും ഈ സാധനം മൊത്തം നശിപ്പിച്ച്, നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നിങ്ങൾക്കറിയാം, ഈ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് വഴിയിൽ 2 സൈഡിലും വഴിവിളക്കില്ല. ഇതിൻ്റെ ബാറ്ററി മോട്ടിച്ചുകൊണ്ട് പോവുക സ്ഥിരം പണിയാണ് മലയാളിയുടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജനപ്രതിനിധികളോ സർക്കാരിനെയോ ഏത് സർക്കാരായിക്കോട്ടെ, മാറി മാറി വരുന്ന സർക്കാരിന് ഒരു കാരണവശാലും കുറ്റം പറയാൻ പാടില്ല. നമ്മുടെ ആളുകൾ ചെയ്യുന്ന മോഷണം, അതായത് ഇത് രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ കണ്ടോ, അതിൻ്റെ ഓരോ പടുതിയാണ്, ഓരോ പോസ്റ്റും നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ ബാറ്ററി അടിച്ചുകൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഏതൊക്കെ രീതിയിലുള്ള മോഷണമാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത്. പകൽ മാന്യന്മാർ രാത്രി കാലങ്ങളിൽ നമ്മുടെ അതായത് പൊതു മുതൽ നശിപ്പിക്കുക എന്നുള്ളത് ഒരു 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 പ്രത്യേക ഹരം പോലാണ്. കാരണം ഹരമല്ല, ഇത് പൈസ ഉണ്ടാക്കുകയാണ്. കാരണം മോട്ടിച്ചാലും തട്ടിച്ചാലും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആളുകളുടെ സ്വഭാവത്തിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 100 കണക്കിന് സോളാർ ലൈറ്റുകളാണ്. നിങ്ങൾ തൊടുപുഴ അതായത് തൊടുപുഴ അതായത് പാല പൊൻകുന്ന റൂട്ടിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിച്ചാൽ മനസ്സിലാകും എത്ര ലൈറ്റുകളാണ് ഇതുപോലെ നശിപ്പിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ ബാറ്ററി അടിച്ചുകൊണ്ട് പോവുക, വയറിംഗ് സെറ്റുകൾ കൊണ്ടുപോവുക. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വെറും വികൃതമായിട്ടുള്ള സംസ്കാരമാണ്. കാരണം മലയാളി കാണിച്ചു കൂട്ടുന്നത്. ഒരു കാരണവശാലും ഞാൻ പറയുന്നു, ഉടനെ വാർത്ത പറയുന്നു, ഒരു ജനപ്രതിനിധിയോ സർക്കാരിനെ ഒരു കാരണവശാലും കുറ്റം പറയുന്നില്ല. ഈ കാരണം നമ്മുടെ എല്ലാ നാടിനെ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. സാമൂഹ്യ വിരുദ്ധരെന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തായാലും നമ്മൾ ഷെയർ ചെയ്യുക. സാമൂഹ്യ വിരുദ്ധ ആയ നാട്ടുകാരെ, ഇത്തരം ശക്തികളെ നമ്മൾ ഒറ്റപ്പെടുത്തണം. നമ്മൾ സമൂഹത്തിൽ പോലും കാർന്നു തിന്നുന്ന കൊടും വിഷമാണ് ഇത്തരം ആൾക്കാർ. കാരണം ഇതുപോലുള്ള പൊതുമുതൽ നശിപ്പിക്കുന്നത് ഇവർക്കെതിരെ കർശന ഒരാളെ പിടിച്ചാൽ പോലും വെറുതെ വിടരുത്. നിയമത്തിന് മുമ്പ് കർശനമായ ശിക്ഷ ഈ നാട് നന്നാവുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ല, നമുക്ക് ഗൾഫ് കൺട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരു പൊതുമുതൽ പോലും നശിപ്പിക്കപ്പെടുകയില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു നിയമത്തിന് യാതൊരു വിലയില്ലെന്നുള്ളതാണ്. പൊതുമുതൽ നശിപ്പിക്കുവാൻ വേണ്ടി തുനിഞ്ഞിറക്കിയിരിക്കുന്ന കുറേ ആൾക്കാർ, സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ. ഇത്തരം ആൾക്കാരെ ഒറ്റപ്പെടുത്തുക നമ്മൾ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഉടനടി വാർത്ത എൻ്റെ സപ്പോർട്ട് നിങ്ങൾ പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.